Hi friends, Pinnacle Academyയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, റെസ്റ്റ് ആൻഡ് പൊസിഷൻ എന്ന കാര്യങ്ങളാണ്. ഇന്ന് പഠിക്കുന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെലോസിറ്റി, സ്പീഡ് ആൻഡ് ആക്സലറേഷൻ, ഇതൊക്കെ എന്തൊക്കെയാണ് ഈ ടേംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. ആദ്യമായി പറയട്ടെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷനാണ് ഞങ്ങളുടെ സപ്പോർട്ട്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി സ്പീഡ് എന്താണെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഡിസ്റ്റൻസ് എന്താണ്? ദ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ്, അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്താണ് നമ്മൾ സ്പീഡ് പഠിക്കുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് പെർ ടൈം. നമുക്കൊന്ന് നോക്കാം അതെന്താണെന്ന്. ഒരു വസ്തു എയിൽ നിന്നും ബിയിലേക്ക് സഞ്ചരിക്കണം എന്ന് വിചാരിക്കുക. അത് പിന്നിടേണ്ട ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. 50 കിലോമീറ്റർ ആണ് നമുക്ക് സഞ്ചരിക്കേണ്ടത് എയിൽ നിന്നും ബിയിലേക്ക്. പക്ഷേ അതിന് 3 രീതിക്ക് സഞ്ചരിക്കാം. ഒന്ന് ബൈക്കിലൂടെ സഞ്ചരിക്കാം, ബൈക്കുണ്ട്, ബൈക്കിൽ കൂടെ സഞ്ചരിക്കാം. സൈക്കിളിൽ കൂടെ സഞ്ചരിക്കാം, സൈക്കിൾ വഴി സഞ്ചരിക്കാം. ബൈക്കിൽ കൂടെ സഞ്ചരിക്കുന്ന നേരത്ത് 50 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് പിന്നിടുന്നു. സൈക്കിളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും ദൂരം, അതേ ദൂരം തന്നെ 2 മണിക്കൂർ എടുക്കും പിന്നിടാൻ വേണ്ടി. ഇനി നടന്നു പോവുകയാണെങ്കിൽ, ബൈ ഫൂട്ട് ആണെങ്കിൽ 5 മണിക്കൂർ എടുക്കും. 5 മണിക്കൂർ എടുക്കും 50 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട്. നോക്കുക, ഇത് ഓരോ രീതിയിൽ സഞ്ചരിക്കുന്നതിനും ഒരേ ദൂരമാണ് എടുക്കുന്നതെങ്കിലും സമയം വ്യത്യസ്തമാണ് അല്ലേ. ഇതിനകത്ത് ഏറ്റവും ആദ്യം ഫാസ്റ്റായിട്ട് ഈ 50 കിലോമീറ്റർ എത്തിപ്പെടുന്ന ഏതിൽ പോകുമ്പോഴാണ്? ബൈക്കിൽ പോകുമ്പോഴാണ്. അത് നോക്കാം. 1 മണിക്കൂറിൽ ഇത് ഓരോ കാര്യങ്ങളും സഞ്ചരിക്കുന്നത് എത്ര ദൂരമാണെന്ന് നോക്കാം. 1 മണിക്കൂറിൽ. ഓക്കെ, അപ്പോൾ 50 കിലോമീറ്റർ ദൂരം 1 മണിക്കൂറിൽ, അതായത് 50/1 50 കിലോമീറ്റർ 1 മണിക്കൂറിൽ എന്ന് പറയുന്നെങ്കിൽ പെർ അവർ, 50 കിലോമീറ്റർ പെർ അവർ. ഇനി രണ്ടാമത് സൈക്കിളിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 50 കിലോമീറ്റർ പെർ 2 അവർ ആണ്. അപ്പോൾ 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്? 50/2 = 25 കിലോമീറ്റർ പെർ 1 അവർ. 1 മണിക്കൂറിൽ 25 കിലോമീറ്റർ ആണ് സൈക്കിളിൽ പോകുമ്പോൾ സഞ്ചരിക്കുന്നത്. നടന്നാണ് പോകുമെങ്കിൽ നോക്കാം, 50 കിലോമീറ്റർ പെർ 5 അവർ. 5 മണിക്കൂറാണ് 50 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് എടുത്തത്. അപ്പോൾ 1 മണിക്കൂറിൽ എത്രയാണ്? 10 കിലോമീറ്റർ പെർ അവർ. നോക്കുക, നമ്മൾ ഈ 1 മണിക്കൂറിൽ, അതായത് യൂണിറ്റ് ടൈമിൽ എത്ര ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് കണ്ടുപിടിച്ചത്. അതാണ് അതിൻ്റെ ഫാസ്റ്റ്നെസ് ഓർ സ്ലോനെസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഡ് എന്താണ്? ദ ഡിസ്റ്റൻസ് കവേർഡ് പെർ യൂണിറ്റ് ടൈം, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്നാണ്. സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഡയറക്ഷൻ ബാധകമല്ല. അതുകൊണ്ട് തന്നെ ടൈമിനും ഇവിടെ ഡിസ്റ്റൻസിനും ഡയറക്ഷൻ ബാധകമല്ല, ടൈമിനും ഡയറക്ഷൻ ബാധകമല്ല. അതുകൊണ്ട് അതിൻ്റെ റിലേഷനായ സ്പീഡിനും ഡയറക്ഷൻ ബാധകമല്ല. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് ഒരിക്കലും ഒരു നെഗറ്റീവ് വാല്യൂ, 0 ആകില്ല. കാരണം എന്താ? ഒരു ദൂരം സഞ്ചരിക്കുകയാണെങ്കിൽ അതിനൊരു വാല്യൂ കാണും, അതൊരു 0 ആകില്ല. അതിനൊരു സമയവും കാണും. ഇത്ര സമയത്തിനുള്ളിലാണ് ഇത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നത്. അത് രണ്ടും ഒരു നോൺ സീറോ നമ്പർ ആയതുകൊണ്ട് അത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് ഒരു നോൺ സീറോ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് സ്പീഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. ഇനി നമുക്ക് നോക്കാം വെലോസിറ്റി എന്താണ്. വെലോസിറ്റി എന്താണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. ഡിസ്റ്റൻസ് പെർ യൂണിറ്റ് ടൈമാണ് നമ്മൾ സ്പീഡായിട്ട് കണ്ടത്. നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടാണെന്ന്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷനെ ബേസ് ചെയ്താകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈം എന്താണ്? വെലോസിറ്റിയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഒരു വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആയി. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് 50 കിലോമീറ്റർ തന്നെ ഡിസ്പ്ലേസ്ഡ് ആയി. അതിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റ് വേർഡ് ഡയറക്ഷനാണ്. എൻ്റെ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ്, എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 1 മണിക്കൂറിൽ, അതായത് യൂണിറ്റ് ടൈമിൽ ഉണ്ടായതെന്ന് നോക്കാം. ഇത് 50 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് 5 മണിക്കൂർ എടുത്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്പീഡെന്ന് പറയുന്നത് എന്തായിരുന്നു? 10 കിലോമീറ്റർ പെർ അവർ ആണ്. സ്പീഡെന്ന് പറയുന്നത് 10 കിലോമീറ്റർ പെർ അവർ ആണ്. അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് അറിയാനായിട്ട് അതിൻ്റെ കൂടെ ഡയറക്ഷൻ കൂടെ പറഞ്ഞാൽ മതി.
ഈസ്റ്റ് വേർഡ് ഡയറക്ഷൻ. ഇതുകൂടെ പറയുമ്പോൾ അതൊരു വെലോസിറ്റി ആയി അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് പെർ യൂണിറ്റ് ടൈം അത് നമുക്ക് കിട്ടി. അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ 3 രീതിയിൽ ചേഞ്ച് ചെയ്യാം. വെലോസിറ്റി 3 രീതിയിൽ ചേഞ്ച് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കേസിൽ ഒരു കുട്ടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയി. സ്ട്രെയിറ്റ് ലൈനാണ്, ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് സഞ്ചരിച്ചത്. അത് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 100 മീറ്ററാണ് എന്ന് കരുതുക. എടുത്ത സമയം 10 സെക്കൻഡ്. അപ്പോൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയി, ഈസ്റ്റ് വേർഡ് ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് 100 മീറ്റർ, ടൈം ടേക്കൺ 10 സെക്കൻഡ്. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം. വെലോസിറ്റി നമ്മൾ പഠിച്ചു v = ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 100 മീറ്റർ ആണ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് 10 സെക്കൻഡ് ആണ്. 100/10 10 മീറ്റർ പെർ സെക്കൻഡ്. ടുവേർഡ്സ് ഡയറക്ഷൻ കൂടെ പറയണം, ഈസ്റ്റ്. 10 മീറ്റർ പെർ സെക്കൻഡ് ടുവേർഡ്സ് ഈസ്റ്റ് ആണ് ഇവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ വാല്യൂ പോസിറ്റീവാണ്. ഇനി മറ്റൊരു കണ്ടീഷൻ നോക്കാം. ഈ കുട്ടി സ്കൂളിൽ പോയി 100 മീറ്ററാണ് സഞ്ചരിച്ചത്, 10 സെക്കൻഡാണ് ടൈം എടുത്തത്. തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീണ്ടും 100 മീറ്ററാണ് സഞ്ചരിച്ച ദൂരം, 10 സെക്കൻഡാണ് എടുത്തത്. ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലായിരുന്നു ആദ്യത്തെ സഞ്ചാരം. ഇപ്പോൾ സഞ്ചരിക്കുന്നത് വെസ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ നോക്കുക, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടുത്തെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എയിൽ തന്നെയാണ്. അതായത് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടുത്തെ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 20 സെക്കൻഡാണ് എല്ലാം കൂടെ. അപ്പോൾ 20 സെക്കൻഡ്, 0/20 0 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇവിടെ വെലോസിറ്റി 0 ആയി. എപ്പോൾ? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയപ്പോൾ വെലോസിറ്റി 0 ആയി. ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു കേസ് നോക്കാം. ഇതേ കുട്ടി രാവിലെ സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിൽ വന്നു. തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കളിക്കാൻ പോയി എന്ന് വിചാരിക്കുക. 50 മീറ്ററാണ് പോയത്, 5 സെക്കൻഡാണ് എടുത്തത്. അപ്പോൾ 100 മീറ്റർ, ആദ്യം 200 മീറ്റർ എല്ലാം കൂടെ സഞ്ചരിച്ചു. 20 സെക്കൻഡാണ് തിരിച്ച് എത്താനായിട്ട് എടുത്തത്. അവിടെ നിന്ന് 5 സെക്കൻഡും പിന്നെയും സഞ്ചരിച്ചു 50 മീറ്റർ ദൂരം. ഇപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? എയിൽ തിരിച്ചെത്തിയപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരുന്നു. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 50 ആണ്. പക്ഷേ നെഗറ്റീവ് ഡയറക്ഷനിലാണ്. നമ്മൾ ആദ്യം സഞ്ചരിച്ചത് ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് വെസ്റ്റ് വേർഡ് ഡയറക്ഷനാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? നെഗറ്റീവ് ആകും, -50 മീറ്റർ. ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് 20 + 5 25 സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? -50/25, അതായത് -2 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ മൈനസ് സൈൻ വെലോസിറ്റിക്ക് വന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? ആദ്യം സഞ്ചരിച്ച ദൂരത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ആദ്യം സഞ്ചരിച്ച ഡയറക്ഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണ്. അതായത് മോഷൻ്റെ ഡയറക്ഷൻ വെലോസിറ്റിയുടെ ഡയറക്ഷന് ഈക്വൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഡയറക്ഷൻ ഓഫ് മോഷൻ ഗീവ്സ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി. ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്ന് പഠിച്ചു. തിരിച്ചും പറയാം, ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഗീവ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ എന്ന് നമ്മൾ പഠിച്ചു. നമുക്ക് വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് യൂണിഫോം വെലോസിറ്റി എന്താണ്, നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ആദ്യം യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് നോക്കാം. അതൊരു എക്സാമ്പിളിലൂടെ നോക്കാവേ. എ എന്നൊരു പോയിന്റിൽ നിന്നും ഒരാൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. റൈറ്റ് വേർഡ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. ആദ്യത്തെ പൊസിഷൻ 0 ആണ്. 0 മീറ്ററിൽ 0 സെക്കൻഡാണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അയാളുടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 10 മീറ്ററാണ്. 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 20 മീറ്ററായി. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 30 മീറ്ററായി. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 40 മീറ്ററായി. നോക്കുക, റൈറ്റ് വേർഡ് ഡയറക്ഷനാണ്. ഓരോ ടൈം ഇൻ്റർവെല്ലിലും എടുത്ത ദൂരമാണ് ഈ കാണിച്ചിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്കതിൽ അതിൻ്റെ ടൈം ഇൻ്റർവെൽ എത്രയാണെന്ന് നോക്കാം. ആദ്യം 0 to 1 സെക്കൻഡിൽ എടുത്ത സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡാണ്.
1 to 2 സെക്കൻഡിൽ എടുത്ത സമയം എന്ന് പറയുന്നത് 1 സെക്കൻഡ് തന്നെയാണ്. 2 to 3 1 സെക്കൻഡാണ്. ആൻഡ് ലാസ്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ 1 സെക്കൻഡാണ് അല്ലേ. ഈക്വൽ ടൈമാണ് ഓരോ ഇൻ്റർവെല്ലിലും എടുത്തിട്ടുള്ളത്. പക്ഷേ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിൽ 0 മീറ്ററിൽ നിന്നും 10 മീറ്ററായി. അതായത് 10 - 0 10 മീറ്ററാണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ്. രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിൽ 10ൽ നിന്നും 20 ആയി. 20 - 10 ഇവിടെയും 10 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. മൂന്നാമത്തെ ടൈം ഇൻ്റർവെല്ലിലും 30 - 20 10 മീറ്റർ. നാലാമത്തെ ടൈം ഇൻ്റർവെല്ലിലും 40 - 30 10 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓരോ ടൈം ഇൻ്റർവെല്ലിലും അതായത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നതും ഈക്വലാണ്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈക്വലാണ്. വെലോസിറ്റിയും കൂടെ നോക്കാം. വെലോസിറ്റി എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ടേക്കൺ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 10 ആണ്. ടൈം ടേക്കൺ 1 ആണ്. 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും 10/1 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്ത രണ്ട് ടൈം ഇൻ്റർവെല്ലിലും ഒരേപോലെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഈക്വൽ ആണ്. അതിനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. അതായത് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണ്. ഇതിനെയാണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ എന്തായിരിക്കും നോൺ യൂണിഫോം വെലോസിറ്റി? ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. പക്ഷേ അത് രണ്ട് രീതിയിൽ സംഭവിക്കാം. നമ്മൾ വെലോസിറ്റിക്ക് നെഗറ്റീവും പോസിറ്റീവും സീറോയും വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ നോൺ യൂണിഫോം വെലോസിറ്റിക്ക് രണ്ട് കേസുണ്ട്. ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി അല്ലാതാകാം. ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടും യൂണിഫോം വെലോസിറ്റി അല്ലാതാകാം. ആ രണ്ട് കേസും നമുക്ക് നോക്കാം. അത് ഇത് സഞ്ചരിച്ച ദൂരം നമുക്ക് മാറ്റാം. ആദ്യം 0 പൊസിഷൻ 0 സെക്കൻഡാണ്. 1 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 5 മീറ്ററായി എന്ന് വിചാരിക്കുക. 2 സെക്കൻഡ് ആയപ്പോൾ 20 മീറ്ററായി എന്ന് വിചാരിക്കുക. 3 സെക്കൻഡ് ആയപ്പോൾ 25 മീറ്ററായി. നാലാമത്തെ സെക്കൻഡിൽ 35 മീറ്ററായി. ഇവിടെ സഞ്ചരിച്ച ദൂരം വ്യത്യസ്തമാണ്. അത് നമുക്ക് ടൈം ഇൻ്റർവെല്ലിൽ നോക്കാം. ഇവിടെ ടൈം ടേക്കൺ ഓരോ ഇൻ്റർവെല്ലിനും ഈക്വൽ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. 0 to 1 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 5 - 0 5 മീറ്റർ തന്നെയാണ്. സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 20 - 5 15 മീറ്ററാണ്. തേർഡ് ടൈം ഇൻ്റർവെല്ലിൽ 25 - 20 5 മീറ്ററാണ്. ഫോർത്ത് ടൈം ഇൻ്റർവെല്ലിൽ 35 - 25 10 മീറ്ററാണ് ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഈക്വൽ ടൈം ഇൻ്റർവെല്ലാണ്. ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. വെലോസിറ്റിയും അതുകൊണ്ട് തന്നെ വ്യത്യസ്തമാകും. വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 5/1 5 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിൽ 15/1 15 മീറ്റർ പെർ സെക്കൻഡ്. തേർഡ് ടൈം ഇൻ്റർവെല്ലിൽ 5/1 5 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഫോർത്ത് ടൈം ഇൻ്റർവെല്ലിൽ 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. നോക്കുക, ഇവിടെ ഉണ്ടായ വെലോസിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഉണ്ടായ വെലോസിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. പക്ഷേ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അതുകൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുന്നത് അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അൺഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഇതൊരു കേസാണ്. ഇവിടെ വ്യത്യാസം ഉണ്ടായത് മാഗ്നിറ്റ്യൂഡിന് മാത്രമാണ്. ഇനി ഡയറക്ഷന് വ്യത്യാസം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എടുക്കുന്ന വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് എടുക്കാം. പക്ഷേ അതിൻ്റെ ഡയറക്ഷനാണ് ഇനി ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. റൈറ്റ് വേർഡ് ഡയറക്ഷനാണ്. ആദ്യം ഒരു സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിച്ചു. രണ്ടാമത്തെ സെക്കൻഡിലും 10 മീറ്റർ അതായത് 20 മീറ്റർ സഞ്ചരിച്ചു. തിരിച്ച് മുന്നോട്ട് പോകാതെ റൈറ്റ് വേർഡ് ഡയറക്ഷനിൽ പോകാതെ ലെഫ്റ്റ് ഡയറക്ഷനിലാണ് പിന്നീട് സഞ്ചരിച്ചത്. പിന്നത്തെ സെക്കൻഡിൽ തേർഡ് സെക്കൻഡിൽ സഞ്ചരിച്ചത് ലെഫ്റ്റ് വേർഡാണ്. 10 മീറ്റർ തന്നെയാണ്. അപ്പോൾ ടോട്ടൽ 30 മീറ്ററായി. പിന്നീട് ഫോർത്ത് സെക്കൻഡിൽ റൈറ്റ് വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചു. 40 മീറ്റർ ഇൻ 4 സെക്കൻഡ്. ഇവിടെ നമുക്ക് നോക്കാം. ടൈം ഇൻ്റർവെൽ ഈക്വലാണ്. എടുത്ത സമയവും ഈക്വലാണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിനുണ്ടായ വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിൽ 10 മീറ്റർ ആണ് ഡിസ്പ്ലേസ്ഡ് ആയത്. രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിൽ 10 to 20 20 - 10 10 മീറ്റർ തന്നെയാണ്. മൂന്നാമത്തെ ടൈം ഇൻ്റർവെല്ലിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. അതുകൊണ്ട് തന്നെ 20 - 30
-10 എന്ന് ഇവിടെ വരും. പിന്നീട് റൈറ്റ് വേ ഡയറക്ഷനായി 30 to 40 10 മീറ്റർ തന്നെയാണ്. ഇവിടെ ഉണ്ടായ വെലോസിറ്റി നമുക്ക് നോക്കാം. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും 10/1 10 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് തേർഡ് ടൈം ഇൻ്റർവെല്ലിൽ -10 ആണ്. -10/1 എന്ന് പറയുന്നത് -10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ആൻഡ് ഫോർത്ത് ഇൻ്റർവെല്ലിൽ 10 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഇവിടെ നോക്കുക, മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആണ്, പക്ഷേ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് ഇത് യൂണിഫോം വെലോസിറ്റി അല്ല, നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അപ്പോൾ നമ്മൾ നോൺ യൂണിഫോം വെലോസിറ്റി തന്നെ രണ്ട് രീതിയിൽ മാറ്റം വരാമെന്ന് പഠിച്ചു. ഒന്ന് മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് വരുമ്പോഴും മറ്റൊന്ന് ഡയറക്ഷന് ചേഞ്ച് വരുമ്പോഴും. അപ്പോൾ നമ്മൾ വെലോസിറ്റി, നോൺ യൂണിഫോം വെലോസിറ്റിയും യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി രണ്ട് കേസ് കൂടെ ഉണ്ട്, ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എപ്പോഴും തെറ്റിപ്പോകുന്ന രണ്ട് കാര്യങ്ങളാണ് ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും. ആദ്യമായി ആവറേജ് വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ഒരാൾ എ എന്ന പൊസിഷനിൽ നിന്നും ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ 1 മണിക്കൂറിൽ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 30 കിലോമീറ്റർ ആണെന്ന് സങ്കല്പിക്കുക. 1 അവറിൽ 30 കിലോമീറ്റർ സഞ്ചരിച്ച് ബി എന്ന പൊസിഷനിലെത്തി. അവിടുന്ന് 30 കിലോമീറ്റർ വീണ്ടും സഞ്ചരിച്ചു. എടുത്ത സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂർ വീണ്ടും സഞ്ചരിച്ചു, 30 കിലോമീറ്റർ എത്തി. മൂന്നാമത്തെ ടൈമിൽ 1 അവർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 20 കിലോമീറ്റർ ആണ്. ഈസ്റ്റ് വേർഡ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 1 അവറിൽ 30 കിലോമീറ്റർ സഞ്ചരിച്ചു, രണ്ടാമത്തെ 2 അവറിൽ 30 കിലോമീറ്റർ സഞ്ചരിച്ചു, പിന്നീടുള്ള 1 അവറിൽ 20 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. ഓരോ ടൈമിൽ A to B, B to C ആൻഡ് C to D, ഈ ഓരോ ടൈമിലും അയാളുടെ വെലോസിറ്റി എത്രയാണെന്ന് നോക്കാം നമുക്ക്. 30 കിലോമീറ്റർ ഇൻ 1 അവർ. അപ്പോൾ വെലോസിറ്റി എത്രയാണ്? 30 കിലോമീറ്റർ ഇൻ 1 അവർ 30/1 = 30 കിലോമീറ്റർ പെർ അവർ. സെക്കൻഡ് ടൈമിൽ 30 കിലോമീറ്റർ ആണ്, പക്ഷേ ടൈം എടുത്ത് 2 അവർ ആണ്. 30/2 = 15 കിലോമീറ്റർ പെർ അവർ. ആൻഡ് തേർഡ് ടൈമിൽ C to D 20 കിലോമീറ്റർ ഇൻ 1 അവർ. 20/1 20 കിലോമീറ്റർ പെർ അവർ. നോക്കുക, ഓരോ ടൈം ഇൻ്റർവെല്ലല്ല, ഓരോ സമയത്തും ഉണ്ടായ വെലോസിറ്റി എന്ന് പറയുന്നത് 30, 15 ആൻഡ് 20 ആണ്. പക്ഷേ ഈ ഒരു ട്രാവലിൻ്റെ മുഴുവൻ വെലോസിറ്റി എത്രയാണ്? ഈ ട്രാവലുണ്ടായ ഓരോ സമയത്തുണ്ടായ വെലോസിറ്റി വ്യത്യസ്തമാണെങ്കിലും ആകെ ഉണ്ടായ വെലോസിറ്റി എത്രയാണ്? അതാണ് ആവറേജ് വെലോസിറ്റി. അതായത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. നമുക്ക് നോക്കാം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 30 കിലോമീറ്റർ പ്ലസ് 30 കിലോമീറ്റർ പ്ലസ് 20 കിലോമീറ്റർ. അതാണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. എത്രയാണ്? 1 അവർ പ്ലസ് 2 അവർ പ്ലസ് 1 അവർ. 1 + 2 + 1 = 80 കിലോമീറ്റർ ബൈ 4 അവർ. ദാറ്റ് ഈസ് 80/4 20 കിലോമീറ്റർ പെർ അവർ ടുവേർഡ്സ് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 20 കിലോമീറ്റർ പെർ അവർ ആണ് ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്. വി ആവറേജ് = 20 കിലോമീറ്റർ പെർ അവർ ടുവേർഡ്സ് ഈസ്റ്റ്. പക്ഷേ ഞാൻ ഇത് ഓരോ ഇൻ്റർവെല്ലിലും എടുത്ത വെലോസിറ്റി എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംശയം തോന്നാം. ഈ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റികളുടെ ആവറേജ് ആയിക്കൂടെ എന്നൊരു സംശയം തോന്നാം. അത് പറയാനായിട്ടാണ് ഇങ്ങനെ എഴുതിയത്. ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. നമുക്ക് അങ്ങനെ ഒന്ന് നോക്കാം. ആവറേജ് മാത്രം എടുത്തു നോക്കാം. 30 കിലോമീറ്റർ പെർ അവർ ആണ്. 30 പ്ലസ് രണ്ടാമത്തത് 15 ആണ്. 15 പ്ലസ് മൂന്നാമത്തത് 20 ആണ്. 3 ക്വാണ്ടിറ്റീസ്, അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 = 30 + 20 50. 50 + 15 65/3. അതായത് ഏകദേശം 21.67 കിലോമീറ്റർ പെർ അവർ വരും. പക്ഷേ നോക്കുക, നമുക്ക് കിട്ടിയ ആവറേജ് വെലോസിറ്റി എത്രയാണ്? 20 കിലോമീറ്റർ പെർ അവർ ആണ്. പക്ഷേ ആ വെലോസിറ്റികളുടെ ആവറേജ് എടുക്കുമ്പോൾ അത് കിട്ടിയത് 21 പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ പെർ അവർ ആണ്. ഇത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് പറയാം, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത്
എപ്പോഴും വെലോസിറ്റികളുടെ ആവറേജിന് ഈക്വൽ ആയിരിക്കത്തില്ല. വി ആവറേജ് ഈസ് നോട്ട് ഓൾവേസ് ഈക്വൽ ടു ആവറേജ് ഓഫ് വെലോസിറ്റീസ്. ചില കേസുകളിൽ ഈക്വൽ ആകാം, പക്ഷേ എപ്പോഴും ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റികളുടെ ആവറേജിന് ഈക്വൽ ആയിരിക്കത്തില്ല. ഇനി എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് നോക്കാം. നമ്മളിവിടെ തന്നെ കണ്ടു ഓരോ ടൈമിലും ഉണ്ടായ വെലോസിറ്റി വ്യത്യസ്തമാണെന്ന് കണ്ടല്ലേ. നമ്മളൊരു യാത്ര തിരിക്കാൻ നേരത്ത് യാത്രയുടെ ഉടനീളം ഒരേ വെലോസിറ്റിയിലല്ലല്ലോ, പല സമയത്തും പല വെലോസിറ്റികളാണ്. ഇപ്പോൾ തന്നെ ബൈക്കിൽ നോക്കാൻ നേരത്ത് സ്പീഡോമീറ്റർ നോക്കാൻ നേരത്ത് ആ നീഡിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, അത് സ്പീഡാണ് കാണിക്കുന്നത്. പക്ഷേ നമുക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് ഓരോ സമയത്തും ഓരോന്നാണ്. ആ ഓരോ ഇൻസ്റ്റൻറ്റ്, ഏതെങ്കിലും ഒരു ചെറിയ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന് നമുക്ക് പഠിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. t ടെൻസ് ടു 0 എന്ന് പറയുന്നത് അവിടുത്തെ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറുതായിരിക്കും, 0യുടെ അടുത്ത് നിൽക്കുന്നതായിരിക്കും. ഏതെങ്കിലും ചെറിയൊരു സമയത്തേക്കുള്ള വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു. ഇനി എന്താണ് ആക്സിലറേഷൻ എന്നാണ് പഠിക്കുന്നത്. രണ്ട് തരം മോഷൻ നമ്മൾ പഠിച്ചാണ്, യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും അല്ലേ. യൂണിഫോം മോഷൻ എന്താണ്? വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓവർ ടൈം. ഒരു മോഷൻ്റെ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതിനെയാണ് യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നോൺ യൂണിഫോം മോഷൻ എന്തായിരുന്നു? വെലോസിറ്റി വേരീസ് വിത്ത് ടൈം. ഓരോ സമയത്തും വെലോസിറ്റി മാറുകയാണെങ്കിൽ അതിനെയാണ് നോൺ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഈ ആക്സിലറേഷൻ ഉണ്ടാകുന്നത് നോൺ യൂണിഫോം മോഷനിൽ മാത്രമാണ്. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതിൻ്റെ സമയത്തിനെ ആസ്പദമാക്കി പറയുമ്പോഴാണ് അതിന് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചു പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാകുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് പെർ ടൈമിന് വെലോസിറ്റി എന്ന് പഠിച്ചു. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ ടൈമാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ എങ്ങനെയൊക്കെ ഉണ്ടാകാം? വെലോസിറ്റിക്ക് ചേഞ്ച് വരുമ്പോഴൊക്കെ ആക്സിലറേഷൻ ഉണ്ടാകും. വെലോസിറ്റിക്ക് ചേഞ്ച് എപ്പോഴൊക്കെയാണ്? സ്പീഡ് കൂടുമ്പോൾ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോഴും സ്പീഡ് കുറയുമ്പോഴും, അതായത് മാഗ്നിറ്റ്യൂഡ് കുറയുമ്പോഴും വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും ആക്സിലറേഷൻ ഉണ്ടാകാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണല്ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു. ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാകും. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആയിട്ട് കണക്കാക്കാം. ഒരു മൂവിങ് ബോഡിയുടെ ആദ്യത്തെ വെലോസിറ്റി u ആണെങ്കിൽ അത് കുറച്ച് സമയത്തിന് ശേഷം സമയത്തിന് ശേഷം അതിൻ്റെ വെലോസിറ്റി v ആവുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി u ആയിട്ട് എടുക്കാം. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആണ്. ടൈം ടേക്കൺ എന്ന് പറയുന്നത് t ആണ്. ആക്സിലറേഷൻ നമ്മൾ a വെക്റ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. a വെക്റ്റർ എന്തുകൊണ്ടാണ്? വെക്റ്റർ സൈൻ ഡിനോട്ട്സ് ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി ദാറ്റ് ഡയറക്ഷൻ അതിന് ബാധകമാണ്. കാരണം വെലോസിറ്റി ഡയറക്ഷൻ ബാധകമാണ്, അതുകൊണ്ട് തന്നെ ആക്സിലറേഷനിലും ഡയറക്ഷൻ ബാധകമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. v മൈനസ് u ഡിവൈഡഡ് ബൈ റേറ്റ് ആണ്. റേറ്റ് എന്ന് പറയുമ്പോൾ പെർ ടൈമിൽ, പെർ സെക്കൻഡിലോ പെർ അവറിലോ എത്രയാണെന്നാണ്. അപ്പോൾ പെർ ടൈം എന്ന് പറയുമ്പോൾ t, v മൈനസ് u ബൈ t. ഇതാണ് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വെലോസിറ്റിയിൽ എപ്പോഴൊക്കെയാണ് ചേഞ്ച് ഉണ്ടാകുന്നത്? സ്പീഡ് കൂടുമ്പോഴും കുറയുമ്പോഴും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകുന്നു. ഈ മൂന്ന് കേസിലും എങ്ങനെയാണ് ആക്സിലറേഷനെ അത് ബാധിക്കുന്നതെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ആക്സിലറേഷൻ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ എന്ന് പറയുന്നത് v മൈനസ് u ബൈ t. v മൈനസ് u ബൈ t, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതും ഒരു വെലോസിറ്റി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടൈമിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ബൈ സെക്കൻഡ്, ദാറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡ് മേളിൽ പോകുന്നിടത്ത് സെക്കൻഡ് സ്ക്വയർ ആവും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഏതൊക്കെ സമയത്താണ് ആക്സിലറേഷന് ചേഞ്ച് ഉണ്ടാകുന്നത്? നമ്മൾ പറഞ്ഞു സ്പീഡ്സ് അപ്പ്, സ്ലോസ് ഡൗൺ ആൻഡ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ഈ മൂന്ന് കേസിലും എങ്ങനെയാണ് ആക്സിലറേഷന് വ്യത്യാസം ഉണ്ടാകുന്നത് നോക്കാം. ആദ്യം വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് കൂടുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം.
ഒരു വസ്തു 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിൽ സഞ്ചരിക്കുകയാണ്, റൈറ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കുക. 5 സെക്കൻഡിന് ശേഷം അതിൻ്റെ വെലോസിറ്റി 40 മീറ്റർ പെർ അല്ലെങ്കിൽ 30 മീറ്റർ പെർ സെക്കൻഡായി കൂടി. ഇവിടെ വെലോസിറ്റി 10 മീറ്റർ ആയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡായി. അവിടെ ഒരു വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായി എന്ന് മനസ്സിലാക്കാം. ആക്സിലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് യു ബൈ ടി. ഇവിടെ ഈ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 30 മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്. 30 മൈനസ് 10 ബൈ സെക്കൻഡ് 5 സെക്കൻഡ് ആണ്. 30 മൈനസ് 10 എന്ന് പറയുന്നത് 20 ബൈ 5 ഈസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയറക്ഷൻ എങ്ങോട്ടാണ്? റൈറ്റ് ഡയറക്ഷനിലേക്കാണ്. അതായത് വെലോസിറ്റി കൂടിയത് കൊണ്ട് റൈറ്റ് ഡയറക്ഷനിലേക്കാണ് ആക്സിലറേഷൻ. ഇവിടെ പോസിറ്റീവ് ആണ് ഡയറക്ഷൻ. അത് ഞാൻ പറയുന്നില്ല, അടുത്ത നമുക്ക് കാണുമ്പോൾ അത് വ്യത്യാസം മനസ്സിലാവും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലോസ് ഡൗൺ. അതായത് ഈ കണ്ടീഷൻ തന്നെ നമുക്ക് തിരിച്ചിടാം. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ആ യാത്രയുടെ തുടക്കത്തിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 5 സെക്കൻഡിന് ശേഷം തന്നെ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു. എത്രയായി? 10 മീറ്റർ പെർ സെക്കൻഡായി കുറഞ്ഞു എങ്കിൽ, അതായത് ഫൈനൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡായി കുറഞ്ഞു എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ നമുക്ക് നോക്കാം. a is equal to v minus u by t. v is equal to 10 meter per second. u is equal to 30 meter per second. 10 minus 30 by 5. 10 minus 30 എന്ന് പറയുന്നത് minus 20 by 5. That is minus 4 meter per second square. minus 4, അതായത് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വന്നു. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ചേഞ്ച്. അതായത് ആക്സിലറേഷൻ ആദ്യം റൈറ്റ് ഡയറക്ഷനിലേക്കായിരുന്നു. ഇവിടെ ആക്സിലറേഷൻ കുറയുന്നു, അതായത് വെലോസിറ്റി കുറയുന്നു. അതിൻ്റെ അർത്ഥം ആക്സിലറേഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ് എന്നാണ്. പക്ഷേ നമുക്ക് നോക്കാം, ഇവിടെ ആക്സിലറേഷൻ നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്, പക്ഷേ മോഷൻ എങ്ങോട്ടാണ്? നേരെ പോവുകയാണ്. ഡയറക്ഷൻ നേരെ റൈറ്റ് വേ ഡയറക്ഷൻ തന്നെയാണ്. ഡയറക്ഷൻ ഓഫ് മോഷൻ റൈറ്റ് വേഡ് ആണ്. പക്ഷേ ആക്സിലറേഷനാണ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ട്? ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആക്സിലറേഷൻ ലെഫ്റ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ വെലോസിറ്റി റൈറ്റ് വേ ഡയറക്ഷൻ തന്നെയാണ്, പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡസ് നോട്ട് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഡയറക്ഷൻ ഓഫ് മോഷൻ ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ഡയറക്ഷൻ ഓഫ് മോഷന് ഈക്വൽ ആകില്ല എല്ലായ്പ്പോഴും എന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിൽ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. നമുക്ക് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. വെലോസിറ്റിക്ക് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. വെലോസിറ്റി ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ചെയ്താൽ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും. ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് വെലോസിറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെയാണ് വെലോസിറ്റി. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ അവിടെ വെലോസിറ്റിക്ക് വ്യത്യാസം ഉണ്ടായി. അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ട്. v മൈനസ് യു ബൈ ടി ഇക്വേഷനോടെ കണ്ടുപിടിക്കാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടായതുകൊണ്ട് അവിടെ ഈ ആക്സിലറേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വെലോസിറ്റിയിൽ യൂണിഫോം വെലോസിറ്റിയും നോൺ യൂണിഫോം വെലോസിറ്റി എന്താണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ആക്സിലറേഷനും ഉണ്ട്. കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആൻഡ് വേരിയബിൾ ആക്സിലറേഷൻ. നമുക്ക് ആദ്യം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ഒരു ഒബ്ജക്റ്റ് വേരിയബിൾ വെലോസിറ്റിയിൽ സഞ്ചരിക്കുക. അതിൻ്റെ ഓരോ സമയത്തെയും വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. ആദ്യത്തെ 0 സെക്കൻഡിൽ 0 പൊസിഷനിലാണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി. സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡാണ് വെലോസിറ്റി. ആൻഡ് തേർഡ് സെക്കൻഡിൽ 30 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് ഫോർത്ത് സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് വെലോസിറ്റി. റൈറ്റ് വേർഡ് ഡയറക്ഷൻ വെലോസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് ടാബുലേറ്റ് ചെയ്ത് നോക്കാം. 0 സെക്കൻഡിൽ വെലോസിറ്റി 0 ആണ്. ഫസ്റ്റ് സെക്കൻഡിൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡായി. സെക്കൻഡ് സെക്കൻഡിൽ എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് തേർഡ് സെക്കൻഡിൽ 30. ഫോർത്ത് സെക്കൻഡിൽ 40 മീറ്റർ പെർ സെക്കൻഡാണ്. നമുക്ക് ഓരോ ഇൻ്റർവെല്ലിലെയും വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. ഓരോ ഇൻ്റർവെല്ലിലെ ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ഇൻ്റർവെല്ലിൽ 0 to 1 അവിടുത്തെ വെലോസിറ്റി ഉണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത് 0ൽ നിന്നും 10ലേക്കായി. അപ്പോൾ 10 മൈനസ് 0 10 ആണ് വെലോസിറ്റി. ടൈം ഇൻ്റർവെൽ 1. 10 by 1 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. സെക്കൻഡ് ടൈം ഇൻ്റർവെല്ലിലും 20 മൈനസ് 10 by 1 ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്.
തേർഡ് ടൈം ഇൻ്റർവെല്ലിലും 30 minus 20 by 1 10 meter per second and fourth time ഇൻ്റർവെല്ലിലും 40 minus 30 by 1 10 meter per second. നോക്കുക, ഇവിടെ ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഉണ്ടായ ആക്സലറേഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ആക്സലറേഷൻ എന്ന് പറയുന്നത് 10 meter per second സ്ക്വയർ ആണ് ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഉണ്ടായ ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെയാണ് കോൺസ്റ്റന്റ് ആക്സലറേഷൻ അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് വേരിയബിൾ ആക്സലറേഷൻ എന്താണെന്ന് നോക്കാം. വേരിയബിൾ ആക്സലറേഷൻ ആ പേരിൽ തന്നെയുണ്ട്. വെലോസിറ്റി ആക്സലറേഷൻ വേരിയബിൾ ആയിരിക്കും, പലതരത്തിലുള്ള ആക്സലറേഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ആദ്യം 1 സെക്കൻഡിൽ 10 meter per second ആയിരുന്നു വെലോസിറ്റി. 2 സെക്കൻഡ് കഴിയുമ്പോൾ 40 ആയി, 3 സെക്കൻഡിൽ 50, 4 സെക്കൻഡിൽ 70 ആയി. ഇവിടെ വെലോസിറ്റി വ്യത്യസ്തമാണ്. ഓരോ ടൈമിലെയും വെലോസിറ്റി എഴുതാം. ആദ്യം 0, ഫസ്റ്റ് സെക്കൻഡിൽ 10 meter per second, സെക്കൻഡ് സെക്കൻഡിൽ 40 meter per second, തേർഡ് സെക്കൻഡിൽ 50 meter per second ആൻഡ് ഫോർത്ത് സെക്കൻഡിൽ 70 meter per second ആണ്. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഉണ്ടാകുന്ന ആക്സലറേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിൽ 10 minus 0, 10 by 1 10, അതായത് 10 meter per second സ്ക്വയർ ആണ് ആദ്യത്തെ ടൈം ഇൻ്റർവെല്ലിലെ ആക്സലറേഷൻ. രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിൽ 40 minus 10, 30 by 1 30 meter per second സ്ക്വയർ. 30 meter per second സ്ക്വയർ ആണ് രണ്ടാമത്തെ ടൈം ഇൻ്റർവെല്ലിലെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈം ഇൻ്റർവെല്ലിലെ ആക്സലറേഷൻ 50 minus 40 by 1, ദാറ്റ് ഈസ് 10 meter per second സ്ക്വയർ. ആൻഡ് ലാസ്റ്റ് ടൈം ഇൻ്റർവെല്ലിലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് 70 minus 50 by 1 20 meter per second സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കുക, ആക്സലറേഷൻ ഉണ്ട്, ഓരോ ടൈം ഇൻ്റർവെല്ലിലെ ആക്സലറേഷൻ ഉണ്ട്. പക്ഷേ അത് ഈക്വൽ അല്ല. നമ്മൾ കണ്ട കോൺസ്റ്റന്റ് ആക്സലറേഷനെ പോലെ ഈക്വൽ ആക്സലറേഷൻ അല്ല, വ്യത്യസ്തമാണ്. അതിനെയാണ് വേരിയബിൾ ആക്സലറേഷൻ അഥവാ നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറയുന്നത്. അൺഈക്വൽ ആക്സലറേഷൻ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം, അതിനെയാണ് വേരിയബിൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമ്മൾ അത് ചെയ്യാൻ പറ്റുന്നത് കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ മാത്രമാണ്. വേരിയബിൾ ആക്സലറേഷന് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഓരോ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടായ ആക്സലറേഷൻ വ്യത്യസ്തമാണ് അല്ലേ. നമ്മൾ നേരത്തെ കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ ഓരോ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടായ ആക്സലറേഷൻ ഈക്വൽ ആയിരുന്നു. ഇവിടെ ഓരോ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ വ്യത്യസ്തമാണ്. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓരോ ടൈം ഇൻ്റർവെല്ലിലും വ്യത്യസ്തമാണ്. അപ്പോൾ എന്താണ് വേരിയബിൾ ആക്സലറേഷൻ? അൺഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം, അതാണ് വേരിയബിൾ ആക്സലറേഷൻ. അപ്പോൾ കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്താണ്? ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ഡസ് ദ സ്പീഡോമീറ്റർ ഓഫ് എ കാർ മെഷർ? ഒരു കാറിൻ്റെ സ്പീഡോമീറ്റർ എന്താണ് സൂചിപ്പിക്കുന്നത്? ആവറേജ് സ്പീഡാണോ, ആവറേജ് വെലോസിറ്റി ആണോ, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ഇതിലെന്താണ് ഒരു കാറിൻ്റെ സ്പീഡോമീറ്റർ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്ന് ആണ് ഇന്നത്തെ ചോദ്യം. ഇതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.